ഇന്ന് ഞാൻ എൻ്റെ കൃഷിയിടത്തിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, കുറച്ച് വളം കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നടാനുണ്ട്. അപ്പം എല്ലാത്തിനും കൂടി ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ്. അവിടുന്ന് ഇതാ എൻ്റെ കൃഷി കണ്ടോളൂ. ഇവിടെ നട്ടിട്ടുള്ളത് വെണ്ട, ചീര, പാവയ്ക്ക, പാഷൻ ഫ്രൂട്ട്, പയർ, പടവലം ഒക്കെയാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാനിതിനെല്ലാം ഒന്ന് കാണിച്ചു. ഞാൻ മാത്രമുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഇതെടുത്തതിന് ശേഷം ഞാൻ ശരിക്കും തിരിച്ച് കാണിക്കാം. എല്ലാം ആയിട്ടുണ്ട്. പടരാൻ കമ്പ് കുത്തി കൊടുക്കുന്നു, തോല് കൊടുക്കുന്നു, വളങ്ങളൊക്കെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഉണ്ട്. കയ്പ, പടവലം, തക്കാളി, പാഷൻ ഫ്രൂട്ട്, പയർ, പിന്നെ ചെണ്ടുമല്ലി പൂവുണ്ട്. പൂവായിട്ടില്ല, പൂവാകാൻ പോകുന്നുള്ളൂ. മുളകുകൾ, പലതരത്തിലുള്ള മുളകുകളാണ്. പിടിയും മുളകും ഉണ്ട്, അല്ലാതെ കാന്താരി, അങ്ങനെയൊക്കെയുള്ള ചീര പറിച്ച് നടാൻ പോവാണ്. മുളകുകൾ ഒക്കെ ഇതിനകത്തൊക്കെ തോലൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല. തക്കാളി, മയിലുകളൊക്കെ വന്ന് കൊത്തി തിന്നിട്ട് കുറേയൊക്കെ പോയിരിക്കുന്നു ഇതിനകത്തുനിന്ന്. കുറച്ച് കയ്പയൊക്കെ നട്ടതാണ്, ഒന്നും കാണുന്നില്ല. ഒക്കെ എവിടേക്ക് പോയാണോ. പിന്നെ ഇതാ മത്തന് ചാണകം വെച്ചിട്ട് തോല് വെച്ചിരിക്കുകയാണ്. ഇതാ വെള്ളരി നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചീര പാകാനുള്ള ഇതും കൂടി വേണം. നടാനുണ്ട് ഇനിയും കുറേശ്ശെയായിട്ട്. അങ്ങനെ അങ്ങോട്ട് നട്ടിതാക്കാമെന്ന് വിചാരിച്ചാൽ ഒറ്റയ്ക്കായത് കൊണ്ടൊന്നും പറ്റില്ല. ഇത് കൂർക്കയ്ക്ക് ഇനിയിപ്പം കിളച്ചിട്ട് വളം കൊടുക്കണം. വളം എന്ന് പറഞ്ഞാൽ വെണ്ണീറാണ്. വെണ്ണീർ കൊടുത്തിട്ട് മണ്ണിടണം. അതാണ് കൂർക്ക. പുല്ല് കയറുമേ, പെട്ടെന്ന് പുല്ല് കയറുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ കുറേയൊക്കെ കൂലി കൊടുത്ത് ചെയ്യിച്ചു. പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങ് കൂലി കൊടുത്ത് ചെയ്യിക്കാൻ പറ്റുമോ? നിസ്സാരമായിട്ട് വന്ന് തൊടുന്നതിനെല്ലാത്തിനും കൂലി കൊടുത്താൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ കൂർക്കകൾ നട്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ചക്കരക്കിഴങ്ങാണ്, ചേമ്പും ചക്കരക്കിഴങ്ങ്. മഴ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുത്തിട്ട് മാറുകയാണ്.